അദ്ദേഹം ഒരു താൽക്കാലിക റിക്വസ്റ്റ് കൂടെ ചെയ്തു. അധികം ആളുകൾ ഇവിടെ തുടരുക എന്ന് റിക്വസ്റ്റ് ചെയ്തു. ഇവിടെ നടക്കുന്നത് വ്യക്തി താല്പര്യത്തിനനുസൃതമായി കുർബാനയുടെ അർത്ഥവും അതിൻ്റെ സിറോ മലബാർ സഭാ നേതൃത്വത്തെ വിശ്വാസികൾ സമൂഹ മാധ്യമങ്ങളിൽ തേജോവധം ചെയ്യുന്നുവെന്നാണ് ചില വൈദിക പ്രമുഖർ കിടന്ന് കരയുന്നത്. പിന്നെ എന്ത് ചെയ്യണമെന്നാണ് ചോദ്യം. തെറ്റുകളല്ല ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത് വിശ്വാസികൾ, അലംഭാവങ്ങളാണ്. സഭാ നേതൃത്വം എന്താണ് ഇനിയും ഉണരാത്തത് എന്നാണ് വിശ്വാസികളുടെ ചോദ്യം. ഈ സഭയെ നാശത്തിൽ നിന്ന് രക്ഷിക്കാൻ എന്തെങ്കിലും ഒരു നട്ടലുള്ള നീക്കം, ഏതെങ്കിലും ഒരു നട്ടലുള്ള മെത്രാൻ, ഈ നേതൃത്വം ഇതുവരെ അവർ എന്തെങ്കിലും കാട്ടി എന്നാണ് ചോദ്യം. വിശ്വാസപരമായ ഭിന്നിപ്പ് ഉണ്ടാക്കിയത് ആരായാലും, അത് മെത്രാനായാലും വികാരിയായാലും സഭയ്ക്ക് പുറത്ത് തന്നെയാണ്, അത് ഉറപ്പാണ്. ആ തീരുമാനമെടുക്കുന്നത് ചിലപ്പോൾ ബന്ധപ്പെട്ട അതിരൂപതയാകാം, ചിലപ്പോൾ സാബിഹയുടെ പൗരസ്ത്യ കാര്യാലയമാകാം, ഇനി ഇത് മാർപ്പാപ്പ നേരിട്ടുമാകാം. പക്ഷേ ആരെടുത്താലും അത് സഭയുടെ ഔദ്യോഗിക നടപടി തന്നെയാണ്. അത് തന്നെയാണ് കീഴ്വഴക്കം. മാർപ്പാപ്പയെ അംഗീകരിക്കാൻ ആരെങ്കിലും വിസമ്മതിച്ചാലും അത് തന്നെയാണ് കടുത്ത നടപടി. ഇതൊക്കെ വിമതർക്ക് മാത്രമല്ല ബാധകം, എല്ലാ സഭാ ബന്ധുക്കൾക്കും, എല്ലാ ബന്ധുക്കളും അനുസരിക്കേണ്ടതും മെത്രാന്മാരടക്കം അത് അംഗീകരിക്കേണ്ടതുമാണ്. ഇപ്പോൾ നടക്കുന്ന ചില സംഭവവികാസങ്ങൾ ഫരീദാബാദിലടക്കം അത് ബാധകമല്ലെന്ന് തോന്നും കണ്ടാൽ. രൂപതാധ്യക്ഷരെ ഞങ്ങൾ കത്ത് മുഖേനയും അദ്ദേഹത്തിൻ്റെ പ്രതികരണവും ഞങ്ങൾക്ക് വന്നു കഴിഞ്ഞു. അദ്ദേഹം ആവശ്യപ്പെട്ടതനുസരിച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ വളരെ വിപുലമായ രീതിയിൽ ആൾക്കാരുടെ കൂടാൻ ആഗ്രഹിച്ചു. അദ്ദേഹം ഒരു താൽക്കാലിക റിക്വസ്റ്റ് കൂടെ ചെയ്തു. അധികം ആളുകൾ ഇവിടെ തുടരുക എന്ന് റിക്വസ്റ്റ് ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ വിവിധ ചർച്ചകളായിട്ട് ഞങ്ങളുടെ പ്രതിനിധികൾ മാത്രം ഇവിടെ കൂടിയിരിക്കുന്നത്. ഇത് ഒരു ആരംഭം മാത്രമാണെന്നാണ് നിങ്ങളോട് പറയാനുള്ളത്. ഞങ്ങളുടെ ആവശ്യമെന്ന് പറയുന്നത് ഞങ്ങൾക്ക് സഭയ്ക്ക് അനുകൂലമായി സഭയോടൊപ്പം നിന്നുകൊണ്ട് സഭ അനുശാസിക്കുന്ന കുർബാന നടത്തണമെന്ന് ആവശ്യപ്പെടുന്നത്. ഞങ്ങൾ വിമതന്മാരുള്ള സഭ ക്രിസ്തുവിൻ്റെ മാർഗം സ്വീകരിക്കാൻ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ക്രിസ്തു മാർഗത്തിലൂടെയാണ് ഞങ്ങൾ ഇവിടെ വളരെ ഭക്തിനിർഭരമായി സമാധാനപരമായി ഒരു പ്രാർത്ഥനയറ്റം ആരംഭിച്ചത്. അദ്ദേഹം ഇവിടെ ഇല്ല എന്ന് ഞങ്ങൾക്കറിയാം. അദ്ദേഹം വേറെ ഏതോ കാര്യത്തിന് വേണ്ടി പോയിരിക്കുകയാണ്. എങ്കിലും ഇത് ഞങ്ങളെ സംബന്ധിച്ചും പ്രശ്നമല്ല. നിങ്ങളിലൂടെയും മീഡിയ വഴിയും ഈ കാര്യം ലോകവും വിശ്വാസികളും അറിഞ്ഞിരിക്കണം. ഇത് വിശ്വാസത്തിൻ്റെ പ്രശ്നമാണ്, വ്യക്തി താല്പര്യത്തിൻ്റെ പ്രശ്നമല്ല. ഇവിടെ നടക്കുന്നത് വ്യക്തി താല്പര്യത്തിനനുസൃതമായി കുർബാനയുടെ അർത്ഥവും അതിൻ്റെ വ്യാപ്തിയും തിരിച്ചുവിടുവാനുള്ള രൂപത അധ്യക്ഷൻ്റെ പരിപാടികൾ നിർത്തിവെക്കണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. എൻ്റെ പേര് എന്ന് പറയുന്നത് മാത്യു വർഗീസാണ്. ഞാൻ ഈ അൽമായ കൂട്ടായ്മയുടെ ജനറൽ സെക്രട്ടറിയാണ്. ഇത് ഞങ്ങളുടെ പ്രസിഡന്റ് സിബിച്ചൻ ML, അദ്ദേഹം അൽമായ കൂട്ടായ്മ പ്രസിഡന്റാണ്. മറ്റു ഭാരവാഹികൾ ഇവിടെ കൂടിയിട്ടുണ്ട്. എറണാകുളത്തും ഫരീദാബാദിലും ഇതേ സംഭവങ്ങളാണ് ഇപ്പോൾ അരങ്ങേറുന്നത്. നാണക്കേടാണ്. ഇവിടെ സഭയ്ക്കെതിരെ, സഭ അനുശാസിക്കുന്ന കുർബാന രീതിക്കെതിരെ വിമതരാണ് എറണാകുളത്ത് തെരുവിലിറങ്ങി മുദ്രാവാക്യം വിളിച്ചതെങ്കിൽ ഭരണി മെത്രാന്റെ ധാർഷ്ട്യങ്ങൾ കാരണം ഫരീദാബാദിലെ വിശ്വാസികൾക്ക് ഏകീകൃത കുർബാന വേണമെന്ന് അഭ്യർത്ഥനയുമായി തെരുവിലിറങ്ങേണ്ടി വന്നിരിക്കുന്നു. ഒരു പറ്റം വിമത സാത്താനികരായ വൈദികരും അവരുടെ സഭാവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് എല്ലാ ഒത്താശയും ചെയ്തു കൊടുക്കുന്ന ചില ബിഷപ്പുമാരും കൂടി പിഞ്ചു കുഞ്ഞുങ്ങളെയും യുവതി യുവാക്കളെയും ഒക്കെ വിശ്വാസികളെ നാശത്തിലേക്ക് എറിഞ്ഞു കൊടുക്കുകയാണ് സഭാ നേതൃത്വം. ഇനിയെങ്കിലും മനസ്സിലാക്കണം. എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല എന്നാണ് ചോദ്യം. ഈ രണ്ടിടത്തും വിമതശല്യം തന്നെയാണ് സാത്താന്റെ രൂപത്തിലേക്ക് എത്തിയിരിക്കുന്നത്. വിമതം തന്നെയാണ് ആ രൂപത്തിൽ വന്നിരിക്കുന്നത്. സ്വന്തം പുരകെത്തുമ്പോൾ ലോകം മുഴുവൻ ചുറ്റിക്കറങ്ങി ചില രാഷ്ട്രീയക്കാരെ പോലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി അത് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റാക്കി അങ്ങനെ നടക്കാൻ ലജ്ജ തോന്നുന്നില്ലേ സഭാ നേതൃത്വം എന്നാണ് വിശ്വാസികൾ ഇപ്പോൾ ചോദിക്കുന്നത്. മേജർ ആർച്ച് ബിഷപ്പ് സ്ഥാനം ഏറ്റെടുത്ത റാഫേൽ പിതാവിനോടാണ് ചോദ്യം. ഒരു ചോദ്യം ചോദിക്കട്ടെ. വിശുദ്ധ കുർബാന തർക്ക വിഷയമായ അങ്ങയുടെ സ്ഥാനിക രൂപതയിൽ അങ്ങ് എത്ര ദേവാലയങ്ങളിൽ വിശുദ്ധ കുർബാന അർപ്പിച്ചിട്ടുണ്ട്? അതിനുള്ള ആർജവം, ധൈര്യം അതെന്താണ് അങ്ങേക്ക് ഇല്ലാതെ പോയത്? പിതാവ് എറണാകുളത്തും ഫരീദാബാദിലും വിശ്വാസികൾ തെരുവിൽ നിർത്തുകയാണെന്ന് ഓർക്കണം. സഭ നിഷ്കർഷിച്ച വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി അത് കുവൈറ്റിൽ വരെ ചെന്ന് സ്വീകരണം ഏറ്റുവാങ്ങി ഇവിടുത്തെ പ്രശ്നങ്ങൾ എന്തായി എന്ന് ആരെങ്കിലും നടപടി എന്തായി എന്ന് ചോദിക്കുമ്പോൾ പറയും മേജർ ആർച്ച് ബിഷപ്പിന് വത്തിക്കാൻ ഒരു റോളും നൽകിയിട്ടില്ല, എല്ലാം ചെയ്യാനുള്ള പരമാധികാരം അപ്പോസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർക്കാണ്. പിതാവിന് ലഭിക്കാത്ത എന്ത് അധികാരമാണ് സഭാവായത്തിന്റെ കണ്ടുപിടുത്തക്കാരൻ മാർ പബ്ലനിക്കുള്ളത്? എറണാകുളത്തെ അൽമായ മുന്നേറ്റത്തിൽ ഗുണ്ടകളെ പേടിച്ചിട്ടാണ് റാഫേൽ പിതാവ് ഒരു നടപടിയും എടുക്കാതെ
ഇങ്ങനെ എറണാകുളത്തെ രൂപതയിൽ പോലും ഇരിക്കാതെ രാജ്യത്തിന് പുറത്തുള്ള പല രൂപതകളിലും പോയി സ്വീകരണമേ ചോദിച്ചു വാങ്ങുന്നത്. അത് വിശ്വാസികൾ ചോദിക്കുമ്പോൾ മറുപടിയില്ല. ആത്മായ ഗുണ്ടാ ശല്യമില്ലാത്ത ഫരീദാബാദിൽ പോലും അവിടെ വിമത ശല്യം. അവിടെ വിമതയുടെ അജണ്ട ഭരണി എന്ന ബിഷപ്പും കുറെ വൈദികരും ചേർന്ന് ചില തട്ടാമുട്ടികൾ പറഞ്ഞ് സഭ നിഷ്കർഷിച്ച വിശുദ്ധ കുർബാന വിശ്വാസികൾക്ക് മുടക്കുകയാണ്. അപ്പോൾ ആ വിശുദ്ധ കുർബാന തങ്ങൾക്ക് ലഭിക്കാൻ വിശ്വാസികൾ തെരുവിൽ പ്ലക്കാർഡുകളും എന്തി വെയിൽ കൊള്ളുന്നു. ഇവിടെ വിമതർ കുർബാനയ്ക്കെതിരെ റോഡിൽ നിൽക്കുന്നു. രണ്ടായാലും അതിന്റെയൊക്കെ പിന്നിൽ അതിനൊക്കെ ഭവനാനുവാദം തലപ്പത്തുള്ളവർ തന്നെയാണ്. എന്താണ് ഇവർക്ക് നടപടിക്കാൻ തടസ്സം? പിതാവിന് പേടിയാണെങ്കിൽ ഇനി ഒന്നും ചെയ്യാൻ പിതാവിന് കഴിയില്ലെങ്കിൽ ദയവായി ഒരു നിമിഷം വൈകാതെ രാജിവെച്ച് പുറത്തു പോകും പിതാവ് എന്നാണ് ഇപ്പോൾ വിശ്വാസികൾ പറയുന്നത്. കാരണം അങ്ങ് ഒന്നും ചെയ്യാതിരിക്കുന്ന ഓരോ നിമിഷവും ഈ 2 രൂപതയിൽ നിന്നായി വിലപ്പെട്ട വിശ്വാസ സ്വത്തുക്കൾ, വിശ്വാസ ജീവനുകൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എറണാകുളം, അങ്കമാലി പോലുള്ള പ്രദേശങ്ങളിൽ പ്രത്യേകിച്ച് സിറോ മലബാർ സഭയുടെയും അതുപോലെ തന്നെ ആഗോള കത്തോലിക്ക സഭയിലെ എല്ലാ മെത്രന്മാരും മനസ്സിലാക്കേണ്ട ചില സംസ്കാരങ്ങളുണ്ട്. അതുപോലും മനസ്സിലാക്കുന്നില്ലെങ്കിൽ പിന്നെ അത്തരം വൈദികരെ ഏത് ഇടവകയിലായാലും അവിടെ വച്ചുകൊണ്ടിരിക്കരുത് എന്നാണ് വീണ്ടും രൂപതയോട് പറയാനുള്ളത്. ദയവ് ചെയ്ത് ഫരീദാബാദിലെ വിശ്വാസികളെ അടുത്ത ആഴ്ചയും തെരുവിലേക്ക് ഇറക്കരുത്. കാരണം നാണക്കേടാണ് സിറോ മലബാർ സഭയ്ക്ക് മൊത്തത്തിൽ.